ഞങ്ങൾ ബാനോക്കിലെത്താനായിട്ട് വൈകിയത് കാരണം ഓടെയാണ് ബാനോക്കിൽ. അപ്പോൾ ഗൈസ് ഇതായിരുന്നു ഞങ്ങൾ ഇവിടെ ഫസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് സെമിനാർ ഉണ്ടാവും. അതായത് ഒരു വർഷം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5-6 സെമിനാറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഞങ്ങളുടെ ലാസ്റ്റത്തേന് മുമ്പത്തെ ഒരു സെമിനാറാണത്. ഇതിവിടെ ബെർലിൻ കഴിഞ്ഞിട്ട് ബോയിൻഡോർഫ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച സെമിനാറാണത്. സെമിനാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് എന്നിട്ടാ ഫൺ ആക്ടിവിറ്റീസും പിന്നെ കടലിനെ കുറിച്ച് പഠിക്കാനായിട്ടാണ് മെയിനായിട്ട് പോണത്. അതായത് പഠിക്കാമെന്നുള്ള മീൻസ് കടലിൽ ഇറങ്ങാൻ മീൻ പിടിക്കാൻ പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ബാൾട്ടിക് സീയിലോട്ടാണ് പോണത്. അപ്പം പൊയ്ക്കൊണ്ടിരിക്കണം. ഇവിടുന്ന് കുറേ ഉണ്ട്. ഇവിടുന്ന് അത്യാവശ്യം 8 മണിക്കൂർ 6 മണിക്കൂറിൻ്റെ അടുത്ത് ഉണ്ട് അങ്ങോട്ടേക്ക്. അപ്പം ഞങ്ങൾ എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതേ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ന്യൂറംബർഗിലെത്തി. ഇവിടെ നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ചാണ് ബസ്സിന് പോണത്. നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോണത്? നമ്മളിന്ന് ടൂർ പോണ ബസ് കണ്ട കൊമ്പൻ. ഇവിടുത്തെ ജർമ്മനിയിലെ കൊമ്പൻ ബസ്സാണത്. കണ്ട ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി 11 മണിയാവും ഇവിടെ നിന്ന് ബസ് എടുക്കാനായിട്ട്. അപ്പം അത് കാരണം ഞങ്ങളിപ്പോൾ പോണത് ഓസ്റ്റ് സീയിലോട്ടാണ്, ബീച്ചിലോട്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചത്. കടലിലാണ് ഞങ്ങളിപ്പോൾ. ഡാൻസ് ഞങ്ങളിപ്പോൾ വൈക്കിങ്സ് ഷൂട്ട് ചെയ്ത സ്ഥലത്തുണ്ട്. കണ്ട വൈക്കിങ്സ്, അതായത് പണ്ടത്തെ ഈ സ്കാൻഡിനേവിയൻ കാട്ടാളന്മാരുണ്ടല്ലോ, അവരെക്കുറിച്ചുള്ളൊരു സീരീസാണത്. വൈക്കിങ്സ് ഭയങ്കര ഫേമസ് അല്ലേ, പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഗന്നാവും. അപ്പം അങ്ങനെ അപ്പോൾ ഇവിടെ അവർ താമസിച്ച സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ വന്നേക്കണത്. ഒരു 2-3 ഏക്കറോളം അവരുടെ വീടും പിന്നെ അവർ ഉപയോഗിച്ച സാധനങ്ങളൊക്കെയാണ്. ഇപ്പം സെമിനാറിന് ആദ്യമായിട്ട് വന്നേക്കണ സ്ഥലമാണിത്. അങ്ങനെ ഞാൻ അലക്സ്, അപ്പുറത്ത് സ്റ്റെല്ല, എന്നാ ശരിയാവുള്ള. അപ്പം പക്ഷേ ഇതൊരു സംഭവമാണ്. വൈക്കിങ്സ് സീരീസ് കണ്ടിട്ടുണ്ടോ? വൈക്കിങ്സ് സീരീസ് റാഗ്നർ ബ്ലോഗിനെ നിങ്ങൾ അറിയുമെന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഫാനാണ്. പുള്ളിയുടെ സ്ഥലമാണെന്നൊക്കെ പറയുന്നത്. എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു. ഇത്ര ഞങ്ങൾ കാണിച്ചു തന്നില്ല, ഇത് വായിക്കുകയും ജസ്റ്റ് ഇറങ്ങി പോകുന്ന Frauenarbeit im Mittelalter. Dann wird so lange gerieben auf den Körnern, bis es Mehl ist. Und für so eine Handvoll braucht man ungefähr eine halbe Stunde. Das wäre Ihr Part, liebe Damen. Können Sie sich vorstellen, wie lange wir brauchen, um einen ganzen Backofen zu bestücken? Also es war Knochenarbeit einfach, ne? Und da war so ein halber Tag schnell mal wenn man für die ganze Siedlung oder für die ganze Brot kochen wollte. Es gibt auch leichtere Gewerke, also Besucher können dann also so eine Projekte wie kommt man vom Ton zum Kochen oder bei so einem Stück Holz zu einem Löffel oder einem Grill machen. Und das findet dann hier auf dem Platz statt und das mögen die Kinder. Und in diesem Haus geht es so ein bisschen darum, was hatten die Menschen an und wie sahen die überhaupt aus? Und das ist sehr schwierig, weil
wir keine kompletten Kleidungsstücke haben. Wir haben einen Socken gefunden in Mecklenburg, wir haben einen Handschuh gefunden, aber kein kompletten. അലക്സ് കൂട്ടാപ്പേ ആ സ്റ്റെല്ലായിട്ട് സെറ്റായി. ഇത് കണ്ട മൊത്തത്തിലുള്ള ഒരു ടൗണാണ് ഈ കാണുന്നത്. ചെറിയ രീതിയിലുള്ള ടൗണാണിത്. ഇവിടെ ചെമ്മരിയാടുണ്ട്. ഇതാണ് ഇവർ ഉപയോഗിച്ചിരുന്ന വഞ്ചി. കണ്ട വഞ്ചി എന്ന് പറഞ്ഞാൽ വലിയ വള്ളം. ഈ വള്ളത്തിലാണ് അവർ കടലുകൾ താണ്ടിയിട്ട് പല പല കരകളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇവർ കണ്ടുപിടിച്ച സ്ഥലമാണ് ഈ UK എന്നൊക്കെയാണ് പറയുന്നത്. ദൈവത്തിനറിയാം. അപ്പം ഇതാണ് സ്ഥലം. വൈക്കിങ്സ് സീരീസിൽ പറയണത്. പാരീസ് ഇവരുടെ കീഴിലായിരുന്നു പണ്ട്. ഫ്രാൻസ്, പാരീസ് ഒക്കെ സ്കാൻഡിനേവിയൻസ് വൈക്കിങ്സിൻ്റെ കീഴിലായിരുന്നു. അപ്പം അങ്ങനെ അലക്സ് ഷൗസ്പിയറാണ്. നിങ്ങൾക്ക് അറിയോ? അവൻ മിമിക്രി കാണിക്കടാ. അവനിങ്ങനെ നടക്കണ പോലെ ഒന്നല്ല കേട്ടോ. അവന് നല്ല സൗണ്ടൊക്കെ അനുകരിക്കാനുള്ള കഴിവുണ്ട്. സാധാരണ ആൾക്കാർ അനുകരിക്കുന്ന നടന്മാരുടെ സൗണ്ടൊന്നുമല്ല, മൃഗങ്ങളുടെ സൗണ്ട്. പശുവിൻ്റെ സൗണ്ടൊക്കെ അടിപൊളിയായിട്ട് അനുകരിക്കുക. ഇതണ്ട ചെമ്മരിയാട്. ഞാനത് കവാടത്തിലെത്തി കഴിഞ്ഞിട്ട് അപ്പം അതെ ഇതെന്താണത്? അവൻ്റെ തല തിരിഞ്ഞു പോയാ. സോറി. ഇത് അവിടെ ഞങ്ങളുടെ കൂടെ വന്ന പിള്ളേരൊക്കെ പോകുന്നു. കണ്ട ഏയ് ബ്രൂദർ. alles gut. കണ്ട വൈക്കിങ്സിൻ്റെ സ്ഥലത്ത് ഞാനും പിന്നെ കുറേ വേറെ ഇവിടെ നിന്നൊക്കെയുള്ള നാട്ടുകാർ. ഇവരൊക്കെ ഏത് നാട്ടുകാരാണെന്ന് കണ്ട. അവളിത് റോമൻ്റെ കയ്യിലുള്ള ക്യാമറ എടുത്തിട്ട് പ്രോബിയറും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ എടുക്കണ്ടേന്നൊക്കെ. കണ്ട ഇപ്പം അവളെ എൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ചപ്പിപ്പോയി. എൻ്റെ അല്ല ആണോ? റോമം വ്ളോഗ് എടുക്കുകയാണ്. ഞാനിപ്പുറത്ത് ഐഫോണിലും വ്ളോഗ് എടുക്കും. കണ്ടതാണ് ടെമ്പിൾ. ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ കൃഷ്ണനും അവരൊരു നല്ല പ്രതിഷ്ഠ. ഇവിടെ കണ്ടതേ ഇതാണ് ഈ വൈക്കിങ്സ് താമസിച്ചിരുന്ന വീട് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇവർ മറ്റേ ചുള്ളിക്കമ്പുകൾ വെച്ചിട്ടാണ് മേഞ്ഞേക്കണത്. വീടിൻ്റെ മേൽക്കൂര മേഞ്ഞേക്കണത് കണ്ടോ? ചുള്ളിക്കമ്പുകളൊക്കെ വെച്ചിട്ടാണ്. ഇത് കണ്ടോ? ഇതെന്താണ്ടും പുള്ളിക്കാരി എന്തോ പറഞ്ഞത് ഞാൻ കറക്റ്റ് മനസ്സിലായില്ലായിരുന്നു. ഇത് കണ്ട അവരുടെ ഹട്ട്സ്, അവർ താമസിച്ചിരുന്ന. എന്തായാലും അടിപൊളി സ്ഥലം അത്. നല്ല വൈബുണ്ട്, നല്ല കാറ്റുണ്ട്. പിന്നെ എനിക്ക് മെയിനായിട്ട് ഈ വൈക്കിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കാര്യം അറിയോ? മെയിനായിട്ട് ഈ വൈക്കിങ്സ് എന്ന് പറയുന്നത് പുഴയുടെ തീരത്തായിരിക്കും അവരുടെ നഗരങ്ങൾ, അതായത് ടൗൺസൊക്കെ ചെയ്യാറുള്ളൂ. കാരണം അവർ ഈ പുഴയിൽ കൂടിയും കടലിൽ കൂടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് കാരണം അവർ മെയിനായിട്ട് അങ്ങനെയുള്ളവരാണ്. പക്ഷേ ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നടക്കണേ, ജസ്റ്റ് അവരുടെ പാരമ്പര്യം നോക്കാനായിട്ട്. ഇത് കണ്ടോ? ആട്ടിൻ്റെ തല, ആടിൻ്റെ പശുവിൻ്റെ തല അവരത് ഉപയോഗിച്ചേക്കണതാണത്. എന്തിനു വേണ്ടിയിട്ട്? ഇത് അവർ മെയിനായിട്ട് ഇവർ പണിക്കാരാണ്, അതായത് മരപ്പണിക്കാരാണ് മെയിനായിട്ട് വൈക്കിങ്സ്. അതായത് ബോട്ട് ഉണ്ടാക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് അവരുടെ എന്താ പറയുക, ഷീൽഡ്, എന്തെങ്കിലും ആയുധങ്ങൾ, അതായത് ആക്രമിക്കാനൊക്കെ വരുമ്പോൾ തടയുന്ന ഷീൽഡാണിത് അവരുടെ. ഈ സാധനം ഞാൻ വൈക്കിങ്സ് സീരീസിൽ കണ്ടിട്ടുണ്ട്. നേരിട്ട് കാണുമ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇത് കണ്ടോ? ഭയങ്കര ക്രൂരന്മാരായിരുന്നു ഇവർ ശരി. പിന്നെ അവരുടെ പടച്ചട്ട ഇരിക്കണുണ്ടോ? യുദ്ധത്തിന് അവർ ഉപയോഗിച്ചിരുന്ന പടച്ചട്ട. ഇതാണ് എൻട്രൻസ്. എവിടെ? ഇത് കണ്ടോ? ഇത് അമ്പുമ്പില്ല, അതായത് സാധാരണ ചെറിയ അമ്പല്ല, മെയിനായിട്ട് മറ്റേ ഇതൊരു മെഷീൻ ഉപയോഗിച്ചിട്ട് അവർ വിടുന്ന ബോവാൻ്റെ കാര്യമാണിത്. കണ്ടോ? ഇത് വൈക്കിങ്സ് ഉള്ള സ്ഥലങ്ങളാണ്. വൈക്കിങ്സ് അവരുടെ ഇത് ചെയ്തിരുന്ന സ്ഥലങ്ങൾ. അലക്സ് ഇതേ വണ്ടിൻ്റെ പുറത്ത് കിടന്ന് യാത്ര ചെയ്യുകയാണ് ഗൈസ്. കണ്ട ഈ ഒരു സാധനത്തിൽ കയറി കഴിഞ്ഞാൽ കറക്റ്റ് വണ്ട് കാണുന്ന രീതിയിൽ നമുക്ക്
കാണാൻ പറ്റും. അതായത് വണ്ട് എങ്ങനെയാണ് അതിൻ്റെ കണ്ണിൽ കേട് കാണുന്നത് അതേപോലെ തന്നെ കാണാൻ പറ്റും. അതാണ് കണ്ടോ, അമ്മ ഇങ്ങനെ കിടക്കണം, ഇങ്ങനെ കിടന്നിട്ട് അതിൽ കൂടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും അതേപോലെ കാണും. ശരിക്കും അതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ ശരിക്കും വണ്ട് പറക്കണ പോലെ പറക്കുക. വണ്ടുകൾ എങ്ങനെ പറക്കണേന്ന് അറിയാൻ പാടില്ലാത്തവർ ഇതിനകത്ത് കയറി നോക്കുക. ഓക്കെ, ഇത് കണ്ട വൈക്കിങ്സിൻ്റെ പല പല തരത്തിലുള്ള കാര്യങ്ങൾ. ഇവരെന്താ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കണത്? അലക്സ് നോക്കും, ആരെങ്കിലും ഉണ്ടാവും നോക്കുക. തപ്പത്തിൻ്റെ കളവ്.